ഇതു ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. ഇന്നിവിടെ പരാതിയുമായിട്ട് എത്തിയിരിക്കുന്നത് മുതിർന്ന ദമ്പതികളാണ്. അവരുടെ കൊച്ചുമക്കൾക്ക് നീതി കിട്ടണമെന്ന ആവശ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് വിളിക്കാം. സതീശൻ, സിന്ധു. വീണവരും സുലഭം മിഴികളിലുതിരും പെരുമഴനനയാ. അപ്പോൾ സിന്ധുവും സതീശും അല്ലേ? അതെ. നിങ്ങളുടെ മകളുടെ 2 കുട്ടികളെ നിങ്ങൾ വളർത്തുന്നുണ്ട്. ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടിയാണോ? ഒരു പെൺകുട്ടി. എത്ര വയസ്സുള്ള കുട്ടികളാ? 6 വയസ്സും 3 വയസ്സും. പറയൂ, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയും. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ മൂത്ത കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് 3 വർഷമായി. ഇതേവരെ ഒരു 10 രൂപ പോലും ചിലവിന് കൊടുക്കാറില്ല, അന്വേഷിക്കാറില്ല. പിന്നെ ഇളയ കുട്ടിയെ കൊണ്ടുവന്നിട്ട് 1 വർഷമായിട്ടുണ്ട്. ആരും വീട്ടിലേക്ക് വരാറില്ല. കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ അവർ വന്ന് നോക്കിച്ചും അഡ്മിറ്റ് ആകുന്ന സമയത്ത് പോയി കളയുക. 10 രൂപ പോലും പിള്ളേർക്ക് ചിലവാക്കിയില്ല. പറഞ്ഞാലേ അവരവർ തോന്നണമായിരിക്കും നടക്കണം. ചിലവിന് തന്നെന്നും പറഞ്ഞ് മോശമായ രീതിയിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞു നടക്കണം. പല ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ ചെലവിന് കൊടുക്കുന്നു, അതുകൊണ്ടാണ് ഇത് ചെലവിന് കൊടുക്കുന്നുണ്ട് പറയുമ്പോ ഇതിന്റെ സത്യം പറയണ്ടേ, തെളിയിക്കണ്ടേ? അവർ കോടതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ചെലവിന് കൊടുക്കണമെന്ന് വൈറ്റില കോടതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും കൊടുക്കണമെന്നല്ലേ? അച്ഛനും രണ്ടുപേരും തരണം. കുട്ടികൾക്ക് അവരുടെ സ്റ്റേഷനിൽ വിപിൻ SI ആണെങ്കിലും ഞാൻ കേസ് കൊടുത്ത് രാജേഷിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കുട്ടികൾക്ക് ആഴ്ചയിൽ 2000 രൂപ വെച്ച് കൊടുത്തില്ലെങ്കിൽ നീ എന്റെ പണി കിട്ടുമെന്ന് പറയും. രാജേഷ് എന്ന് പറയുന്നത് അശ്വതി വിവാഹം ചെയ്തിരുന്ന എന്റെ മരുമകൻ, മകള് അശ്വതി. അവനെ മാത്രമേ അറിയൂ, മറ്റവനെന്ന് നമുക്കറിയത്തില്ല. ഇപ്പൊ അറിയാന്നുള്ളത് രാജേഷിനെ, എന്റെ മകളെയും മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. നമുക്ക് മറ്റുള്ള ആൾക്കാരെയൊന്നും രാജേഷ് തരുന്നുണ്ടോ? ഇല്ല. രാജേഷ് 3 വർഷമായിട്ട് മറ്റേ കുട്ടീനെ നോക്കാറില്ല. ഈ ഇളയ കുട്ടീനെ കൊണ്ടാക്കിയിട്ട് 5 പൈസ തരയോ നോക്കുകയോ ഒന്നുമില്ല. കുട്ടിക്ക് ശ്വാസം മുട്ടലൊക്കെ ഉള്ളതാണ്. ഈ 1 വർഷത്തിന് മുമ്പ് ഇളയ കുട്ടിയെ കൊണ്ടുവന്ന് വിട്ടു എന്ന് പറയുന്നല്ലോ. ആദ്യത്തെ കുട്ടിയെ കൊണ്ടുവന്നിട്ട് 3 വർഷമായി. അപ്പൊ അതിനൊന്നും തരാതിരുന്നിട്ട് പിന്നെ നിങ്ങൾ വീണ്ടും ഈ കുട്ടിയെ എന്തിനു വാങ്ങി? പേരക്കുട്ടിയല്ലേ, നമ്മളെ കുട്ടികളെ നമ്മളല്ലേ നോക്കേണ്ടാകും. വേറെ കുട്ടികൾക്ക് അവരോട് ചെലവിന് ചോദിക്കാൻ തന്നെ ഒരു കുട്ടിയല്ലേ. അപ്പൊ അവള് ചോദിക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങ് മേടിച്ചു കൊടുക്കും. ഞങ്ങൾ തന്നെ LKG UKG പഠിപ്പിച്ചു. ഇപ്പൊ 1ാം ക്ലാസ്സിൽ ഞാൻ തന്നെ കൊണ്ടുവന്ന് നോക്കി. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിന്റെ എല്ലാ നമുക്ക് സഹായങ്ങളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ചെലവിന് തരുന്നുണ്ടെന്ന് പുറമേ ഞാൻ സംഭാഷണപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങളിങ്ങനെ വളർത്തുന്നുണ്ട്. എന്തെങ്കിലും കുട്ടി പെൺകുട്ടിയാണ്, എന്തെങ്കിലും ഈ കുട്ടികൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും ഉത്തരവാദിത്തം പറയണ്ടേ? പൊതു നോക്കി നിൽക്കുന്ന പൊതുജനങ്ങളും നമ്മളെ കുറ്റം പറയും. അപ്പോൾ അത് പാടില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെലവിന് തട്ടെ, അല്ലെങ്കിൽ അവർ വേണ്ടാന്ന് എഴുതി വെക്കട്ടെ. കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എഴുതി വെച്ച് ഞങ്ങൾ അന്തസ്സായിട്ട് ഞങ്ങൾ വളരെയുക. എങ്ങനെയായാലും തെണ്ടിയാണെങ്കിൽ നമ്മൾ വളർത്തും. അശ്വതിയുടെയും രാജേഷിന്റെയും ബന്ധം എന്ന് പറയുന്നത് അവര് പ്രണയിച്ച് കല്യാണം അവരെ ഇഷ്ടത്തിന് കെട്ടിയതാ. ഇതൊന്നും നമുക്ക് അവരുടെ ഇഷ്ടത്തിന് അവളെന്ത് പറഞ്ഞാലും അനുസരിക്കില്ല. അവരുടെ ഒരു പ്രത്യേക ഒരു മൈൻഡാണ്. എല്ലാം നമ്മൾ എന്നെ കുറ്റം ചേർത്തിട്ട് പിന്നെ അച്ഛൻ്റെ അച്ഛൻ നല്ലതാണ്. അപ്പൊ അച്ഛൻ്റെ കയ്യിൽ സോപ്പിട്ടെന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അച്ഛനൊന്നും പറയത്തില്ല. പറയാൻ എന്തെങ്കിലും നിന്റെ ഇഷ്ടത്തിന് ചെയ്തു എന്ന് പറയും. കാരണം പെൺകുട്ടികൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ എന്നെ കൊണ്ട് വല്ലതും കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി തൂങ്ങേണ്ടി വരും. അത് കാരണം പുള്ളി ഒന്നും മിണ്ടാറില്ല ആരോടും. നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തു എന്ന് പറയും. അവളൊന്നും പറഞ്ഞാൽ അനുസരിക്കുക, സ്വന്തമായിട്ട് പോവാ. ഇപ്പൊ തന്നെ ഒറ്റയ്ക്ക് നടക്കുന്ന ആൺകുട്ടികളെ കൂടെ നടക്കുന്നുണ്ട് പല ഇതില്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും പറയണ്ടേ? അവള് തന്നെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചു ഇത് ആരാണെന്ന് ഞാൻ ചോദിച്ചു. അവൻ ചെറുക്കൻ വന്ന് ഞങ്ങളോട് ചോദിച്ചു എനിക്ക് സംസാരിക്കണം, മാഡം വിളിച്ചോണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ സംസാരിക്കണം. ഞാൻ ചോദിച്ചു നീ സംസാരിക്കാൻ നീ ആരാ? നിന്നെ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ഒരു മരുമകനെ അറിയാം, രാജേഷ്. നീ ഞങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യം. 2 പുരുഷന്മാരായിട്ട് നമ്മള് സമാധാനം പറയണ്ടേ? ഈ കുട്ടികൾക്കല്ലേ ഇവളിങ്ങനെ നടക്കുന്ന ഈ കുട്ടി വളർന്നു വരുന്നില്ലേ, പെൺകുട്ടി. അതിനാണെങ്കിൽ 6 വയസ്സേ ഉള്ളൂ. 2 കുട്ടികളും ആ തന്തയോടോ തള്ളയോടോ മിണ്ടിയോ സംസാരിക്കുകയോ ഒരു സാധനം ചോദിക്കുകയോ ഒന്നുമില്ല. ഒരു രാത്രി പോലെ അപ്പാപ്പയില്ലാതെ ഉറങ്ങില്ല. അത് അയൽവക്കാർ കുട്ടികൾ ആൺകുട്ടികളെല്ലാം നോക്കുന്നുണ്ട്. എത്ര സ്നേഹത്തോടെ അടുത്തുള്ള ആൾക്കാർ നോക്കുന്നു. കൊച്ചു പിള്ളേർ വരെയും വണ്ടിയിൽ കൊണ്ടുപോകുക, കുട്ടികൾക്ക് പലഹാരം മേടിച്ചു കൊടുക്കുക. അതൊക്കെ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഒരു ഇത് ചെയ്തത്. അവർ പറഞ്ഞ് നിങ്ങൾ ലാസ്റ്റ് വയസ്സായ കാലത്ത് നിങ്ങളിങ്ങനെ കോടതി കയറേണ്ടി വരും, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ ഇതിനൊരു തീരുമാനം എടുക്കണം. നിങ്ങളറിയാതല്ലേ അവർ ഡൈവേഴ്സ് ചെയ്തിട്ട് അവർ കോടതിയിൽ എഴുതി വെച്ചേക്കണം ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പോയിട്ടേ ഇല്ല. വക്കീലിൻ്റെ അടുത്ത് ചെയ്തേക്കണ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. ഈ അശ്വതിയും രാജേഷും തമ്മിൽ എന്നായിരുന്നു വിവാഹം? വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷം. എവിടെ വെച്ചാ കല്യാണം കഴിച്ചത്?
ഇവര് പ്രേമിച്ചു പോയതാണ്. പ്രേമിച്ചു പോയി കല്യാണം കഴിച്ചു. കല്യാണം അത് കഴിഞ്ഞ് മരട്ടില് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് കല്യാണത്തിന്റെ. കുട്ടികൾ ഉണ്ടായ ശേഷമാണ് ചെയ്തു കൊടുത്തത്. എന്നുവെച്ചാൽ അതിനു മുന്നേ ഇവര് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. അത് എങ്ങനെയാ ചെയ്തു ഏതെന്നറിയാം. ഇവരെ ഇഷ്ടപ്പെട്ട് ഇവരായിട്ട് പോയി താമസിച്ചു. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾ വിളിച്ചോണ്ട് താമസിച്ചു. ഇപ്പൊ പഠിപ്പിക്കുന്നതും ഒക്കെ നിങ്ങളാണ്. അതെ അതെ അല്ലേ? ഞാൻ രാവിലെ കൊണ്ടുവന്ന് സ്കൂളിൽ വിടും. എസ് ഐ പറഞ്ഞേക്കണ എന്താണെന്ന് വെച്ചാൽ ബിബിൻ എസ് ഐ മരട്ടിൽ എസ് ഐ പറഞ്ഞേക്കണ ഒരു കാരണവശാലും അവന്റെ കൂടെ, കാരണം അവൻ വേറെ ഭാര്യയായിട്ട് താമസിക്കല്ലേ, അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവളെങ്ങാണ്ട് അടിക്കുകയും തല്ലുകയും ചെയ്തിട്ടാണ് കുട്ടീനെ എന്റെ കൂടെ കൊണ്ട് ആക്കിയിട്ട് പോയത്. അവൻ കൊച്ചിന്റെ കയ്യിനും കാലിനും ഇപ്പോഴും ചികിത്സ വേദന ഉണ്ടാവും. ഈ കാലിന് ഞരമ്പോട്ട് ഇങ്ങോട്ട് ആൺകുട്ടിക്ക് ഈ വയറ് കൊണ്ടകണ്ടത് ഇവൻ അടിച്ചതാണോ മറ്റേ രണ്ടാം ഭാര്യ അടിച്ചതാണോ എന്നൊന്നും അറിയത്തില്ല. അവളായിരുന്നു നോക്കിയിരുന്നത്. നമുക്ക് ഇതിനെ പറ്റി വ്യക്തമായിട്ട് അവന്റെ കൂടെ ആയിരുന്നു. ഉപദ്രവിച്ച് കാലയിലൊക്കെ വയറ് ചുരുട്ടി അടിച്ചതിന്റെ പാടുകൾ അന്ന് ഇവിടെ എല്ലാം പാടായിരുന്നു വെച്ചാൽ. ഞാനന്നേരം അവനെ വഴക്കം പറഞ്ഞു. ഞാനന്നേരം അവനെ കണ്ണ കഴിയും. ഞാൻ പറഞ്ഞു, നീ എന്ത് പണിയാടാ കാണിച്ച കൊച്ചിന്? അവള് പോയെങ്കിൽ എന്റെ അടുത്ത് കൊണ്ടുവിടാൻ പാടില്ല. ഒരെണ്ണത്തിനെ നോക്കുന്നില്ലേ? എനിക്കന്ന് ചായക്കടയുണ്ട്, സൈറ്റ് കച്ചവടമാണ്. ഞാൻ ഈ യൂണിയൻ ബേസിലേതായത് കെട്ടണം ബൈഫോർട്ടിന്റെ അടുത്ത കട, ബൈഫോർട്ട് ഹോട്ടലിന്റെ അടുത്ത ബിൽഡിംഗ് പണിയെന്ന് ഞാൻ ആ ഹോട്ടലിൽ ഇട്ടിരിക്കും. ആ ഹോട്ടലിൽ ഇപ്പോഴും ഉണ്ട് സൈറ്റ് കച്ചവടം ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കാൻ പാടില്ല, കുട്ടീനെ നോക്കണ്ടേ, അത് കാരണം ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ കച്ചവടം ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതേപോലെ കൊച്ചുങ്ങളുടെ കാര്യം ഇവര് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമുള്ള പൈസ കൊടുത്തുവിടും, ഇവരെ കാര്യങ്ങൾ നോക്കും, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ഒന്നിനും ഞങ്ങൾ അവരുടെ ഒരു അഭിപ്രായമോ എതിരോ ഒന്നും പറയില്ല. ഇവര് തമ്മിൽ പിണങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഇടപെട്ടത്. എപ്പോഴും എന്തിനായിരുന്നു പിണക്കം? ഇത് എന്തെങ്കിലും സിവിൾ എല്ലാത്തിനും വാശി പിടിക്കും അവനോട്. അവനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അവൻ അന്യർക്കണം. നമ്മളെന്താ കുറ്റം? അവൻ കഞ്ഞിക്ക് കൊണ്ടുവന്നാൽ കുടിച്ചിട്ടിരുന്നാൽ പോരെ. ഇത് അവനോട് എല്ലാ കാര്യങ്ങൾക്കും വാശി. അവൾക്ക് വലിയ വലിയ ഈ എന്താ മോഡലായിട്ട് നടക്കണം, അതാണ് അവളെ ഇഷ്ടത്തിന് തോന്നിയ പോലെ നടക്കണം. വലിയ ഡ്രസ്സ് കഴിക്കണം, കുട്ടികളെ നോക്കാൻ പറ്റില്ല എന്ന് കൂടെ ഇവിടെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അവൾക്ക് പറ്റില്ല. കുഞ്ഞുങ്ങളെ നോക്കാനോ അതിന് മൂത്രം കഴുകാനോ ഡ്രസ്സ് കഴുകാനോ അവരുടെ കാര്യങ്ങൾ നോക്കാനോ അവൾക്ക് പറ്റില്ല. തോന്നിയ പോലെ നടക്കണം, അതാണ്. അവനോട് എപ്പോഴും വഴക്കായിരുന്നു. എപ്പോഴും വന്നിട്ട് എന്നെയും വന്നവൻ ചെയ്തു പറഞ്ഞു, കണ്ട മോള് ഇങ്ങനെ നടന്ന് ചെയ്തു പറഞ്ഞു. ഞാനെന്ത് ചെയ്യാനാ? നീ രണ്ടെണ്ണം കൊടുത്തവിടെ ഇരുത്തല്ലേ, ഞാനെന്ത് ചെയ്യാനാണ്? നിന്റെ ഭാര്യയല്ലേ, ഞങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ രണ്ടുപേരെയും സമാധാനിച്ചിട്ട് ഇവിടെ എപ്പോഴും വഴക്കാരും. അവർ ആദ്യം മുതൽ പിന്നെ ഇപ്പൊ കൂടുതലായിട്ടായത് പ്രസവിച്ച് ഈ രണ്ടാമത്തെ കുഞ്ഞിനെ ആൺകുട്ടീനെ പ്രസവിച്ച് 3-ാമത്തെ മാസം മുതൽ ഇവനൊരു പെണ്ണായിട്ട് ഈ പ്രശ്നമല്ലേ വന്നതിന് ശേഷമാണ് ഇവക്ക് സംശയമായി. അങ്ങനെയാണ് ഇവരുടെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ പാലക്കാട് വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ചോണ്ടിരിക്കുന്നു. ഇവര് ഞങ്ങൾ സാധനങ്ങളെല്ലാം കയറ്റി വിട്ട് രാജേഷ് മൂത്ത കൊച്ചു അന്നേരം എന്റെ അടുക്കലാണ്. ഇളയ കുട്ടിയെ മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇളയ കുട്ടിയെ കൊണ്ടുപോയി അവിടെ താമസിച്ചോണ്ടിരിക്കുമ്പോ ആണ് ഈ പ്രശ്നം നടക്കുന്നത്. എന്തോ അവിടെ ഞാൻ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തു. 1 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചു കൊടുത്താണ്, വീട്ടു സാധനം വാങ്ങിച്ചു കൊടുത്തു. എല്ലാം കയറ്റി വിടുന്നു. ഞങ്ങൾ വണ്ടി പിടിച്ച് കയറ്റി വീട്ടിലാണോ താമസിച്ചോണ്ട്? വാടകയ്ക്ക് അവർ സ്വന്തമായിട്ട്. ഇതില് ഇവരിതിന്റെ ഇടയ്ക്ക് എന്തോ പ്രശ്നങ്ങളുണ്ടായി. അടുത്ത് താമസിച്ചിരുന്ന സ്ത്രീയാണ് ഇപ്പൊ രാജേഷിന്റെ കൂടെ ഉള്ളത്. അവര് തമ്മില് ഇത് അങ്ങോട്ട് ഇണക്കി കൊടുത്തെന്നാണ്, അത് ഇങ്ങോട്ട് ഇണക്കി കൊടുത്തെന്നൊക്കെ പറയാനുണ്ട്. എന്നിട്ട് ഈ മുല കുടിക്കണ കൊച്ചിനെ 1.5 വയസ്സായ ഒരു കുട്ടിയെ രാത്രി 12 മണിക്ക് ഇട്ടേച്ചും പോയി. ഇട്ടിട്ടും പോയിട്ട് അശ്വതി പോയി ഇട്ടിട്ട് പോയി. പിന്നെ അന്ന് രാത്രിയിൽ ഫോൺ ചെയ്ത നമ്പറാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്, രതീഷ്, ആ പയ്യന്റെ ഇപ്പൊ കൂട്ടത്തിലുള്ള പയ്യന്റെ. അന്ന് രാത്രി എനിക്ക് ഫോൺ ചെയ്ത നമ്പരാ, വേറെ എനിക്ക് ആ നമ്പരൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ 2 കൊല്ലം മുമ്പ് ഫോൺ ചെയ്ത നമ്പറാണ് ഇപ്പോഴും ഉള്ളത്. അവന്റെ കൂടെയാണ് പോയതെന്ന് അന്നേരം ഞാൻ ഉറപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് പാലക്കാട് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് രാജേഷ് അവിടെ ചെന്ന് എന്തോ ഒത്തുതീർപ്പാക്കി. എന്നിട്ട് ഇവനും അവിടെ നിന്ന് അഡ്വക്കേറ്റാ ഒക്കെ കാറിന് വന്ന് അവിടെ എന്തോ പ്രശ്നം പറഞ്ഞു തീർത്ത്. ഞാനിതൊന്നും ഞങ്ങളിതൊന്നും അറിയിച്ചിട്ടില്ല. ഏൽപ്പിച്ചെന്നാണ് ഞങ്ങൾ അറിയുന്നത്. ആൺകൊച്ചിനെ മാത്രം രാജേഷിനെ വിളി ഏൽപ്പിച്ചിട്ട് എനിക്ക് ഈ കൊച്ചിനെ വേണ്ട, ഈ നശിച്ച കൊച്ചിനെ എനിക്ക് വേണ്ട, ഈ കൊച്ചു കാരണം എൻ്റെ ജീവിതം പോയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ എഴുതി ഏൽപ്പിച്ചിരുന്നു. അത് അവന് ഞങ്ങളോട് പറഞ്ഞിട്ട് അവൻ കരഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്നിട്ട് അവനെ ഞങ്ങൾ വിളിച്ച് വീട്ടിൽ കയറ്റി. വാ മോനെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിലുണ്ടായിരുന്നു, കുറച്ച് ദിവസം ഉണ്ടായിരുന്നു വന്ന്. കാരണം അവിടെ പോയെങ്കിൽ പൊക്കോട്ടെ, നീ മര്യാദയ്ക്ക് ജീവിക്കുന്നത്. 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു. എന്നിട്ട് ഈ കുട്ടി 1.5 വയസ്സ് കഴിഞ്ഞു വേണോ സംഭവം. അതെ അതെ. അപ്പൊ അന്ന് അതുവരെ രാജേഷ് അപ്പൊ ഈ 1 വർഷമായിട്ടാണ് ഈ ചെലവിന് കിട്ടാത്തത്. വേണ്ട, ഒന്നും വേണ്ട, ഒരു പ്രശ്നം. സ്വന്തം തന്തയല്ലേ. ഇന്നലെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാനിരുന്നു. എനിക്കത് അടുത്തിരുന്നവരോട് പറഞ്ഞു ഇതറിയാൻ പറ്റാ കുട്ടിയുടെ അച്ഛൻ. അയ്യോ, എന്നിട്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു മുട്ടായിര കഷ്ണം, ഏത് പരിചയക്കാർ വരെ, നമ്മൾ തന്നെ ഒരു പരിചയക്കാർ കുഞ്ഞു കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ മുട്ടായോ എന്തെങ്കിലും കണ്ടുമ്പോൾ മേടിച്ചു കൊടുക്കില്ലേ,
അവന്റെ പൈസ ഞങ്ങൾക്ക് തരണ്ട, പോട്ടെ, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കുന്നു. ഇവരോ അശ്വതിയോ? അശ്വതി ഒന്നും പിന്നെ ഇപ്പൊ എന്നോട് വകയല്ലേ, കാരണം ഞാൻ കാരണം ജീവിതം നശിച്ചെന്നല്ലേ പറഞ്ഞു. കുഞ്ഞുങ്ങൾ മിണ്ടിയില്ലല്ലോ, അമ്മയാ, സ്വന്തം അമ്മയാ. അശ്വതി എന്ന് പറഞ്ഞ ഓണത്തിന് ഡ്രസ് എടുത്ത് കൊടുത്തു. ഈ കുട്ടികൾക്ക് ഓണത്തിന് ഡ്രസ് കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ 1000 രൂപ എന്റെ കൊണ്ടുപോയി. 2000 രൂപ വന്നിട്ട് 1000 രൂപ പോയപ്പോ തിരിച്ചു വാങ്ങിക്കൊണ്ടുപോയി. 2 ദിവസം നിന്നിട്ടാ പോയത്. പിന്നെ വന്നതല്ലേ, പിള്ളേരെ കാണാൻ വന്നല്ലേ എന്ന് എഴുതി ഞാൻ അയൽവക്കാരെ കൂടെ നമ്മളെ കളിയാക്കും, നമ്മൾ നാണക്കേടുണ്ടാവും. നമ്മൾ ഇച്ചിരിയൊക്കെ ജീവിക്കുന്ന കാരണം ഒരു കാര്യം ആൾക്കാരോട് പറയാറില്ല. മകളെ ജോലിക്ക് പോകുന്നു, അവര് ഡൈവേഴ്സ് കൊച്ചിലേ മുതൽ ഇങ്ങനത്തെ സ്വഭാവക്കാരി? ആ കൊച്ചിലേ മുതൽ ഞാൻ. അതങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ എന്തെങ്കിലും കാരണമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇത് എന്ത് പറയാനാ, കുഞ്ഞു പിള്ളേരുടെ കാര്യം നമ്മളങ്ങനെ വളർന്ന് ജീവിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് പറയാനാ? അവർക്ക് അവളുടേതായ ഇഷ്ടത്തിൽ അങ്ങനെ ഒരു നമ്മളൊന്നും പറയുന്നൊന്നും കേൾക്കുകയോ അനുസരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അതിന്റെ മനസ്സിൽ എന്തെങ്കിലും വളരെ വളരെ ചെറുപ്പത്തിലേ ഉള്ള വേറെ എന്തെങ്കിലും ഫാമിലിപരമായ സംഗതികൾ എന്തെങ്കിലും ചില കുട്ടികളുടെ മനസ്സിനെ ബാധിക്കുകയും അതിന്റെ വാശിയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഫാമിലി വരാനായിട്ട് ആദ്യമൊക്കെ നല്ല സന്തോഷത്തിൽ തന്നെ ജീവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവളെ സ്കൂളിൽ പോകുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം എന്ത് പറഞ്ഞാലും കേൾക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വന്തം അവളുടെ ഇഷ്ടത്തിന് അവളുടെ ഒരു ജീവിതം. പിന്നെ നമ്മൾ എന്ത് പറയാനാ, അവൾ എന്ത് സാധനം ചോദിച്ചാലും ആ സെക്കൻഡ് മേടിച്ചു കൊടുക്കണം. ഇത് രണ്ടാനച്ഛനാണ്. അതെ അതെ അതെ. പക്ഷെ അശ്വതിക്ക് ഏറ്റവും ഇഷ്ടം സ്വന്തം അച്ഛനേക്കാളും വാത്സല്യവും എല്ലാവരും അദ്ദേഹത്തോട് ഉണ്ടായിരുന്നു എന്നൊക്കെയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു എന്താ പറയുന്നത്, അച്ഛനെ ഉപേക്ഷിച്ച് അമ്മ വന്നു എന്നുള്ളതാ കുട്ടിയുടെ മനസ്സിലാക്കാൻ. പിന്നെ അങ്ങനെയാണെങ്കിൽ ആ രീതിയിലാണെങ്കിൽ പറയാൻ അച്ഛനാണെങ്കിൽ കഞ്ചാവ് ഒക്കെ അടിക്കുമായിരുന്നു. കഞ്ചാവിന്റെ അടിമ. അന്ന് കഞ്ചാവ് ഉള്ള സമയം തൃപ്പൂണിത്തുറയില് കഞ്ചാവ് കഴിക്കുന്ന സെക്രട്ടറിയോട് കഞ്ചാവ് ഉള്ളവരാണ്. ആ പുള്ളി ചെരുപ്പൊക്കെ പണിയുന്ന ആൾക്കാരാണ്, പണിയും ചെരുപ്പ് വിൽപ്പനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇഷ്ടം പോലെ തൃപ്പൂണിത്തുറ സ്റ്റാൻഡിൽ ആണ് കച്ചവടം ചെയ്തുകൊണ്ട്, സ്റ്റാൻഡിൽ മെയിൻ സ്റ്റാൻഡിൽ തൃപ്പൂണിത്തുറ പ്രൈവറ്റ് സ്റ്റാൻഡിൽ. അപ്പൊ അവിടെയാന്ന് വെച്ചിരുന്നാല് ഇതെല്ലാം വെള്ളവും അടുത്താണ്, കഞ്ചാവും അടുത്ത്. അപ്പൊ രാത്രി വന്നാൽ ഭയങ്കര പ്രശ്നമൊക്കെ ആയി, ഞങ്ങൾ തമ്മിൽ ആകെ പ്രശ്നമായി. ഞാൻ പിന്നെ ഒതുങ്ങി ഞാൻ കച്ചവടത്തിനൊക്കെ പോയിരുന്നാലും പിന്നെ ഞങ്ങൾ തമ്മിൽ വഴക്കുവടിയൊക്കെ ഉണ്ടായെങ്കിൽ ലാസ്റ്റ് ഞാൻ തന്നെ വെറുത്തു പുള്ളിനെ. എനിക്ക് വേണ്ട, നീ നിന്റെ ജീവിതം നോക്കി, ഞാൻ എൻ്റെ ജീവിതം നോക്കി. അങ്ങനെ ആ പുള്ളിയെ വേറെ പെണ്ണായിട്ട് അങ്ങനെ പോയോ ജീവിച്ചു. ഞാൻ കുറേ കാലം ജീവിച്ച് ഇങ്ങനെ വന്നപ്പോഴാണ് ഈ പുള്ളിയായിട്ട് വീട്ടുകാരെ കഴിഞ്ഞിട്ട്, വീട്ടുകാർക്ക് ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടം, മകൻ ഇഷ്ടമാണ്, മകൻ വന്നിട്ട് പോകും. ഇളയ മകൻ മൂത്ത കുട്ടിയുടെ ഞാൻ കൊണ്ടാണോ വന്നത്? അശ്വതി വന്നില്ല, മോനാ വന്നത്. എന്റെ മോൻ വന്നിട്ടുണ്ട്, വികലാംഗനാണ്, ലോട്ടറി വിൽക്കണം. അപ്പൊ അവനാണ് എന്റെ കൂടെ. ഇവള് വന്നില്ല, ഇവള് അച്ഛൻ്റെ കൂടെ അവന്റെ പുള്ളിയുടെ കൂടെ നിൽക്കുകയായിരുന്നു. ഏത് പ്രായത്തിലായിരുന്നു അത്? ഒരു 10 വയസ്സ് കഴിഞ്ഞു. 14 വയസ്സ് പ്രായമായ സമയത്ത്, വയസ്സറിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ ഒത്തിരി അറിവായി. വയസ്സറിഞ്ഞ ശേഷമാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പഠിക്കുന്നത്. അപ്പം പിന്നെ 6 മാസം കഴിഞ്ഞ് ഞാൻ കൊണ്ടുവന്നു, തമിഴ്നാട്ടിൽ കൊണ്ടുപോയി, അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ താമസിച്ചപ്പോഴത്തേക്കാണ് അവിടെ ഞാൻ പ്രശ്നം. എനിക്കാണെങ്കിൽ കുഞ്ഞുങ്ങളെ കാണാതിരുന്നിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ വേണമെങ്കിൽ വിളിച്ചിട്ടുമല്ല, ഞാൻ അവിടെ പോയി ബഹളം ഉണ്ടാക്കി. വാടിയെന്ന് പറഞ്ഞ് 2 കൂടുതൽ പിന്നെ വാടി മര്യാദയ്ക്ക് വീട്ടിൽ വന്നു പറഞ്ഞു. ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നത്. അവ അവന്റെ ജീവിതം നോക്കി, അച്ഛൻ അവരുടെ കൂടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പുള്ളിയോടാണെങ്കിൽ എന്നെ അങ്ങോട്ട് തെറിയും ചെയ്തെന്ന് പറഞ്ഞാലും പുള്ളിയോടാ ജീവൻ. എല്ലാ സാധനവും മേടിച്ചു കൊടുക്കണം. ഞാൻ അന്ന് ആക്രിക്കടയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് മറ്റേ ആദ്യത്തെ ഭർത്താവ് തമിഴ്നാട്ടില്. ഓഹോ, മധുര. ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടോ ഈ അശ്വതി? അത് ഇപ്പോഴാണല്ലോ, ഇവര് തമ്മിൽ പ്രശ്നത്തിലാണ്. അതിനാണോ? അതിനു മുമ്പേ ഒരു ആത്മഹത്യക്ക് ഒന്നും ചെയ്തിട്ടില്ല, ഇവര് തമ്മിൽ പ്രശ്നത്തിലാണ്. വീട്ടിലോ കൊച്ചിലെ അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള കുട്ടിയായിരുന്നു? ആത്മഹത്യക്ക് എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ അദ്ദേഹം അച്ഛന്റെ കൂടെ താമസിക്കുമ്പോ? അങ്ങനെ ഇല്ല, അങ്ങനൊന്നുമില്ല. അങ്ങനെയല്ല. അന്ന് എന്ത് സാധനം ചോദിച്ചാലും ദേഷ്യത്തിന് വാങ്ങിക്കൊടുക്കും. ഞാൻ എല്ലാത്തിനും വഴക്കുറയായിരുന്നു. കാരണം പെൺകുട്ടികളെ വാശിക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാല്, വാശിക്ക് വിട്ടുകൊണ്ട് ജീവിതത്തിൽ വേറൊരു പുരുഷൻ ജീവിക്കുമ്പോൾ ആ വാശിയിൽ നിൽക്കാം. അതുകൊണ്ടാണ് ജീവിതം ഇപ്പൊ തളർന്നു പോയത്. ഞാൻ പറഞ്ഞു നീ എന്ത് അടങ്ങി ഉള്ളതുപോലെ ജീവിക്കേ, നമ്മുടെ വരുമാനം അനുസരിച്ച് ജീവിക്കണം. സിന്ധു, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അന്വേഷണത്തിൽ കിട്ടിയ റോങ് റിപ്പോർട്ടാണോ ശരിക്കുള്ളതാണോ എന്നറിയില്ല. പക്ഷെ അവിടെ വെച്ച് നിങ്ങൾ ഇല്ലാതിരുന്നപ്പോ ആ മനുഷ്യന്റെ കൂടെ തമിഴ്നാട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് ആത്മഹത്യക്ക് ഈ കുട്ടി ശ്രമിച്ചിട്ടുണ്ടോ എന്നൊരു പറഞ്ഞിട്ടില്ല. എനിക്കറിയാൻ അറിയില്ല. കുഴപ്പമില്ല, നമുക്ക് അവര് തമിഴ്നാട്ടില് പുള്ളി ഇല്ലായിരുന്നല്ലോ. ഇവിടെ കൊണ്ടുപോയി അവന്റെ പുള്ളിയുടെ ചേച്ചിയുടെ അടുത്താക്കിയൊക്കെ ആയിരുന്നു. അവിടെ ചിറ്റപ്പനും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, മുത്തശ്ശി ഉണ്ടായിരുന്നത്. ഈ അച്ഛന്റെ കൂടെ ഇവിടെ ഈ കുട്ടി താമസിച്ചോ കുറച്ച് ദിവസം? എത്ര നാൾ താമസിച്ചു? ഇവിടെ താമസിച്ചപ്പോ ഞാൻ പറഞ്ഞു കഞ്ചാവ് അടിച്ചിട്ട് അവൻ ഇച്ചിരി വെള്ളം അടിച്ചിട്ട് അങ്ങോട്ടൊക്കെ പ്രശ്നം താമസിച്ചില്ല. അയാൾ അബോധാവസ്ഥയിൽ എന്തെങ്കിലും കുട്ടിയെ ഉപദ്രവിക്കാൻ വല്ല ശ്രമിച്ചിട്ടുണ്ട്? അത് ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോന്ന്. അങ്ങനെ എങ്ങാണ്ട് ഞാനേ പറഞ്ഞു വേണ്ട, അയാൾ കൂടെ ജീവിക്കണ്ട, അവൻ ആള് ശരിയല്ല, പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പറഞ്ഞിട്ട് കേൾക്കാതെ ഞാൻ എന്റെ അച്ഛൻ്റെ കൂടെ തന്നെ താമസിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ കൂടെ ആണെങ്കിൽ എന്നാ നിന്നോ, നിനക്ക് എപ്പോഴാണ് വരാൻ ഇഷ്ടമെന്ന് വെച്ചാൽ വന്നോന്ന് പറഞ്ഞു. മോനെ ഞാൻ അപ്പം തന്നെ കൊണ്ടുവന്നു.
മോൻ എന്റെ കൂടെ അപ്പൊ അങ്ങനെ നമുക്ക് ചോദിക്കാം അശ്വതിയോട്. കാരണം അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാന്നുള്ളത് നമുക്കറിയില്ല. ഇന്നലെ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ആ കുട്ടി അങ്ങനെയാണ്, വാശിയാണ്, സ്വന്തം ഇഷ്ടത്തിൽ നടക്കണമെന്നൊക്കെ പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ കുട്ടിയുടെ മനസ്സിലുണ്ടായതുകൊണ്ട് ഈ സ്വഭാവം ഇങ്ങനെ ആയതാണോ? അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവളുടെ ജീവിതം ഇവളെ സുരക്ഷിതമായി നല്ലൊരു ചെറുക്കനാണ്. ആ ചെറുക്കൻ ഞാൻ ഒരിക്കലും കുറ്റം പറയാം. എൻ്റെ വരുമ്പോൾ തന്നെ ഡൈവേഴ്സ് ആയിക്കോട്ടെ, അവനെ ജീവിക്കാൻ വേണ്ടി അവൻ ഒരു ഭാര്യ എടുത്തു, അതൊന്നും ഞാൻ കുറ്റം പറഞ്ഞു. ഞങ്ങൾ തന്നെ പറഞ്ഞു, നീ ഒരു ഭാര്യ തന്നെ ഒരു പാവപ്പെട്ട പെണ്ണ് നോക്കി നീ കല്യാണം കഴിച്ചോന്ന് പറയും. പക്ഷെ അതല്ല, അവൻ എല്ലാ കാര്യങ്ങളും നോക്കും. അവൻ ട്രെയിനിൽ കച്ചവടം ചെയ്തിട്ട് കൂടെ കൊണ്ടുവന്ന് പൈസ ഇവളെ കയ്യിലാണ് ഏൽപ്പിക്കുകയും നോക്കി എടുക്കുകയും ചെയ്യുന്നത്. ഞങ്ങൾക്കൊന്നും തരികയില്ല, എന്നാലും ഞങ്ങളുള്ളത് അങ്ങോട്ട് കൊടുക്കും. കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ നോക്കിയൊക്കെ ജീവിക്കുവാനെന്ന് പറയുന്നത്. അപ്പം ആ കുട്ടിയുടെ ഇഷ്ടത്തിന് തോന്നിയ മാസത്തിന് ജീവിക്കണമെന്നുള്ളത്. അവരെങ്ങനെയും ജീവിച്ചോട്ടെ. എനിക്കിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അതൊന്നും അല്ല അഭിപ്രായം. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് ചർച്ച ചെയ്യാം. കാരണം ഇവരുടെ ചർച്ച ചെയ്തിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് വളർന്നു വരുന്ന കുട്ടികളല്ലേ, അവരെ ഏൽപ്പിക്കണ്ട. അവരെ ഏൽപ്പിക്കാൻ പറ്റില്ല. പരടെന്നും കൂടെ എസ് ഐ എഴുതിയേക്കുന്നത് ഒരു കാരണവശാലും ഇവന്റെ കൂടെ ഏൽപ്പിക്കാനും പറ്റില്ല, അവളെ കൂടെ ആക്കാനും പറ്റില്ല. കാരണം ഇവള് ഇങ്ങനെ നടക്കുന്നു, അവൻ വേറെ ഭാര്യയായിട്ട് ജീവിക്കുന്നു. പിന്നെ എങ്ങനെ ഏൽപ്പിക്കും? അവന്റെ അമ്മയില്ല, അവന്റെ സൗകര്യങ്ങളില്ല, ആരും ഇല്ലാത്തവർ അവൻ വേറെ ഭാര്യയായിട്ടാണ് താമസിക്കുന്നത്. അവക്കൊരു കുട്ടിയുണ്ട്. ആ സ്ത്രീയാണ് ഈ വയറുകൊണ്ടോ മറ്റോ അടിച്ചിട്ട് കൈകാലൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അവൻ അവിടെ പ്രശ്നം. അവരെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ട് അവനാകെ ഉണ്ടാക്കിയത്. അവൻ തന്നെ സ്വന്തമായിട്ട് അമ്മ തന്നെ നോക്കിക്കൊന്നും പെണ്ണെ അടുത്ത് ആക്കിയതാണ്. കാരണം അവിടെ പ്രശ്നം കാരണമാക്കിയതാണ്. അല്ലെങ്കിൽ അവൻ കൊണ്ടാകില്ല. അപ്പോൾ ഇപ്പോഴും അവൻ എന്താ പറയുക, ഞങ്ങളെ കൂടെ നിൽക്കണമെന്ന് തന്നെ. കാരണം ഞങ്ങൾ നോക്കുന്ന പോലെ വേറെ ആരും നോക്കില്ല. ഞങ്ങൾക്കും അത് തന്നെ സന്തോഷം, കുഞ്ഞുങ്ങളെ ഞങ്ങളോടെ നിന്നോട്ടെ. ഇവൻ ചെലവിന് തരുന്നുണ്ടെന്ന് പറയുന്നു. ഒന്നീ ഇവൻ ചെലവിന് തരണം, അല്ലെങ്കിൽ ഇവൻ ചെലവിന് തരണ്ട. ഇവർക്ക് വേണ്ടാന്ന് രണ്ടുപേരും എഴുതി വെച്ചോട്ടെ, ഞങ്ങൾ സ്വന്തമായിട്ട് വളർത്തിക്കോളാം മക്കളെ. അപ്പൊ ഇതേ ഉള്ളൂ നിങ്ങളുടെ ആവശ്യം? ഞങ്ങൾക്ക് അതേ ഉള്ളൂ. ഒന്നേ അവർക്ക് ചെലവിന് കൊടുക്കട്ടെ. ഞങ്ങൾക്ക് കുട്ടിയുടെ കാര്യം, ഇവരുടെ ചർച്ച നമുക്ക് അതിന്റെ കാര്യം, ഇവരെങ്ങനെ ജീവിച്ചോട്ടെ ഞങ്ങൾക്ക് അറിയില്ല. വേണ്ട. അടിച്ചു കൊണ്ടുവന്നപ്പോ നിങ്ങൾ പരാതി വല്ലതും കൊടുത്തിട്ടുണ്ട്? ഒന്നും ചെയ്തില്ല. ഞാൻ അന്നേരം വഴക്ക് പറഞ്ഞു, ഏതാ നിനക്ക് അവക്ക് നോക്കാൻ പറ്റില്ല, നിനക്ക് നോക്കാൻ പറ്റില്ല. നിങ്ങൾ തമ്മിൽ ഈ പോട്ടിക്ക് ഈ കൊച്ചിനെയും കൊണ്ടുവരുന്നത് വണ്ടിയിൽ പാലക്കാട് വരെ, ഒരു ബൈക്കില് ഇവൻ കൊച്ചിനെയും കൊണ്ട് പാലക്കാട് വരെ പോകും. അത് ആ കൊച്ചിന്റെ കാലിന് പിന്നെ ഇപ്പോഴും തളർച്ച. ഡോക്ടർ പറയുന്ന കുഞ്ഞിനെ കാലിൽ തളർച്ചെന്ന്, അസ്ഥിക്ക് കുറച്ച് കൊച്ചിന് തേമാണ്. കുഞ്ഞിനെ ശ്രദ്ധിക്കാഞ്ഞുകൊണ്ടാണ് ഈ കുട്ടിക്ക് മാസം ശ്വാസം മുട്ടലും ഇതും ആസ്മയുടെ ഇതും വന്നേക്കണം. അങ്ങനെ കൊടുക്കും. ഒരു ഡോക്ടർ തന്നെ മരുന്ന് നോക്കണം. മരുന്നെല്ലാം അവന് ഫ്രീ ആയിട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞു ഇതേപോലെ ഡോക്ടർ ഇന്ന പോലെ ഇന്ന കാര്യങ്ങളാണെന്ന്. അപ്പോൾ ഡോക്ടർ അവിടുന്ന് പ്രത്യേകം എഴുതിയിട്ട് മരുന്നെല്ലാം ഫ്രീ ആയിട്ട് ഡോക്ടർ അവിടുന്ന് കൊടുക്കുന്നു. തരുന്നു. എന്തായാലും അശ്വതിയും കൂടെ ഉള്ളവരൊക്കെ വന്നിട്ടുണ്ടല്ലോ. അവിടെ കൂടെ അശ്വതി തന്നെ വന്നേക്കും, രാജേഷ് തന്നെ വന്നേക്കും. ഞങ്ങൾക്ക് അതല്ല വിഷയം. ഇവരുടെ ചർച്ചയല്ല നമുക്ക്. കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ വളർന്നു വരുന്ന കുട്ടികൾ, പെൺകുട്ടി. ഈ കുട്ടി ഇക്കാലത്ത് കുഞ്ഞുങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റാത്ത കാലമാണ്. എന്താ സംഭവിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. 6 വയസ്സായ കുട്ടിയാണ് ഇത്. വളർന്ന മേളിലേക്ക് വരുന്ന കുട്ടി. ആൺകുച്ചുങ്ങൾ എങ്ങനെയെങ്കിലും 10 വയസ്സല്ല അവർ തെണ്ടിയാനും കഴിഞ്ഞ് ജീവിച്ചോളും. പെൺകുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ സുരക്ഷിതരായേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സുരക്ഷയും നിങ്ങളുടെ ഒരു മേന്മയും നോക്കിയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ കൂടെ ആയിരിക്കും അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ശരിക്കുള്ള അച്ഛൻ നാച്ചുറൽ ഗാർഡിയൻ തന്നെ നോക്കണമെന്നാണോ എന്താന്നുള്ളത് അത് പാനൽ തീരുമാനിക്കും. എന്താ നമുക്ക് അശ്വതി ഒന്ന് വിളിച്ചു നോക്കാം.